Good morning. Good morning, ma'am. Morning, teacher. Mute ചെയ്തോളൂ. Good morning, ma'am. Mute ചെയ്തോളൂ. Prayer ഇന്ന് ലക്ഷ്മി അല്ലേ? Let's start with prayer. ലക്ഷ്മി. ലക്ഷ്മി ഇല്ല. Then ഷെൽബ റെഡി ആണോ? Ready, Anna, madam. Okay. Okay. Lord, thank you for a new day. Please go before me and clear the way. Thank you for protecting me. Thank you for guiding me. Thank you for loving me. God in heaven, hear my prayer. Keep me in your loving care. Be my guide in all I do. Bless all those who love me too. ഷെൽബ. Okay. Okay, mute ചെയ്തോളൂ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഹെൽത്ത് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഹെൽത്ത്? എന്താ ഒരാള് ഹെൽത്തി ആണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നാലാണ് നമ്മൾ അയാള് ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയുന്നത്? ഷെൽബ, എങ്ങനെയാണ് അയാള് രോഗമില്ലാത്ത അവസ്ഥയോടൊപ്പം തന്നെ എന്ത് വേണം? അയാള് ഫിസിക്കലി ഹെൽത്തി ആയിരിക്കണം. പിന്നെ എങ്ങനെയാണ് ഇമോഷണലി, മെന്റലി, ഓക്കെ, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ്, ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ, ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരാള് ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു ഹെൽത്ത് എഡ്യൂക്കേഷൻ? ഓക്കെ, ടീച്ചിങ് പീപ്പിൾ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദെയർ ബോഡി, അവരുടെ ശരീരം എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നതിനെ കുറിച്ച് എന്നാൽ പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏതൊക്കെ ഫീൽഡിലാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്, എന്തിനെ കുറിച്ചൊക്കെയാണ്? നമുക്ക് ഫുഡ്സിനെ കുറിച്ച്, ലൈക് കഴിക്കുന്ന ഫുഡ് ഐറ്റംസിനെ കുറിച്ച്, അതിനെ കുറിച്ച് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഏത് രീതിയിലുള്ള ഫുഡ് കഴിക്കണം, ഓക്കെ, പിന്നെ എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം, പിന്നെ ഈ ഭക്ഷണക്രമത്തില് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്തേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എന്ത് ചെയ്യാം? അവരെ അവെയർ ആക്കാം, അല്ലെങ്കിൽ എന്ത് എഡ്യൂക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് എന്താണ് ഫുഡ് ഐറ്റത്തിനെ പറ്റിയുള്ള ഒരു നോളജ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഏതൊക്കെ രീതിയിലുള്ള ഫുഡ് കഴിക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം. പിന്നെന്താണ് ക്ലീൻ വാട്ടർ, ഓക്കെ, വാട്ടർ ക്ലീൻ ആയിരിക്കണം, ഫ്രഷ് എയർ, പിന്നെന്താണ് ക്ലീൻ വാട്ടർ, ഫ്രഷ് എയർ, നമ്മൾ പ്രോപ്പർ റെസ്റ്റ് എടുക്കണം അല്ലേ? നമ്മളിങ്ങനെ വർക്ക് ചെയ്താൽ മാത്രം മതിയോ? നമ്മള് മൈൻഡിനും ഫിസിക്കൽ ബോഡിക്ക് ആയാലും നമ്മുടെ മൈൻഡിനായാലും പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്, ഉറക്കം വേണം. അപ്പൊ ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാവുന്നതാണ്, ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? Okay, ma'am. ഓക്കെ, പിന്നെ എന്തിനെ കുറിച്ചൊക്കെ പഠിക്കാം? ഓക്കെ, പിന്നെ പിന്നെ എന്തിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത്? ബാഡ് ഹാബിറ്റ്സ് അല്ലെ? സ്മോക്കിംഗ്, ഡ്രിങ്കിങ്സ്, അല്ലെങ്കിൽ പിന്നെന്താണ് ഈ മദ്യപാനം, പുകവലി, അല്ലെങ്കിൽ മയക്കുമരുന്ന്, ഓക്കെ, ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സിനെ കുറിച്ച്, അത് നമ്മുടെ ശരീരത്തിലെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ആയിക്കോട്ടെ നമ്മുടെ മൈൻഡിനെ ആയിക്കോട്ടെ, അത് വളരെ രീതിയിൽ എന്താണ് ഹാംഫുള്ളി അഫക്ട് ചെയ്യുന്നുണ്ട്. അത് ആ വ്യക്തിയെ മാത്രമാണോ ബാധിക്കുന്നത്? അത് സൊസൈറ്റിയെ കൂടി എന്താണ് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ് ഉള്ള വ്യക്തികളാണ് സമൂഹത്തിൽ ക്രിമിനൽസ് ആയിട്ട് മാറുന്നത്. അപ്പൊ അത് അയാളെ മാത്രമല്ല ഈ സമൂഹത്തിനെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സിനെ കുറിച്ച് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെന്താണ് പലതരം അസുഖങ്ങൾ, പേഴ്സണൽ ഹൈജീൻ, ഓക്കെ, പലതരത്തിലുള്ള ഇൽനെസ്, അസുഖങ്ങൾ, ഡിസീസസ് വരാറുണ്ട് അല്ലെ? അപ്പൊ അത്തരം അസുഖങ്ങളെ കുറിച്ചും അത് വരാനുള്ള കാരണങ്ങൾ, റീസൺ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചും, പിന്നെന്താണ് അത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ പ്രിവെന്റീവ് മെത്തേഡ് നമുക്ക് എടുക്കാം, എങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യാം,
ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാവുന്നതാണ്. പിന്നെന്താണ്, ഫസ്റ്റ് എയ്ഡ് അല്ലെ, ഫസ്റ്റ് എയ്ഡിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ഡൊമസ്റ്റിക് ഹൈജീൻ, പിന്നെന്തായിരുന്നു പേഴ്സണൽ ഹൈജീൻ, പിന്നെന്തായിരുന്നു ലൈഫ് സ്റ്റൈല്, ഗുഡ് ലൈഫ് സ്റ്റൈൽ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ കുറിച്ച് നമുക്ക് എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ലഭിക്കുന്ന ഒരു നോളേജ്, ഓക്കെ, ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ അവന്റെ വ്യക്തി ജീവിതത്തിലും ഓക്കെ അവന് സ്വയം തന്നെ നന്നാവാനുള്ള ഒരു നോളജ് ആയിട്ട് അത് മാറുന്നുണ്ട്. പിന്നെന്താണ്, അത് സമൂഹത്തില് അവനത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ അത് എവിടേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ആ നോളജ് എവിടേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവന്റെ വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ, പിന്നെ എവിടെയാണ് പേഴ്സണൽ ലൈഫിലായാലും ഫാമിലി ലൈഫിലായാലും കമ്മ്യൂണിറ്റി ലൈഫിലായാലും അതെന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ മേഖലയിലാണ് എന്തിനെ പറ്റിയൊക്കെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്? ക്ലിയർ ആണോ? ഒന്നും കൂടി പറയാം. ഓക്കെ, നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്തിനെ പറ്റിയൊക്കെയാണ് നമ്മൾ കുട്ടികളെ അവെയർ ആക്കേണ്ടത്, എന്തിനെ കുറിച്ചൊക്കെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്? ഫുഡ് ഐറ്റംസിനെ കുറിച്ച് ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പറയാം അല്ലെ, നമ്മൾ കഴിക്കേണ്ട ഫുഡ് എങ്ങനെയായിരിക്കണം, ഓക്കെ, വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ എന്തുകൊണ്ടാണ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെന്താണ് ക്ലീൻ ആയിട്ടുള്ള വാട്ടർ, ഫ്രഷ് എയർ, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് അവയർനെസ് കൊടുക്കാം. പിന്നെന്താണ് ബാഡ് ഹാബിറ്റ്സ് പോലുള്ള സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഓക്കെ, അതുപോലുള്ള ബാഡ് ഹാബിറ്റ്സിനെ കുറിച്ച്, അത്തരം ബാഡ് ഹാബിറ്റ്സ് ഉള്ള ആളുകളെ മാത്രമല്ല അത് സമൂഹത്തെയും ബാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഈ ബാഡ് ഹാബിറ്റ്സ് മൂലം ആ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ മാത്രമല്ല എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്തിനെയും കമ്മ്യൂണിറ്റി ലൈഫിനെയും അത് ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അയാളുടെ ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല അയാളുടെ മെന്റലിയും മെന്റൽ ഹെൽത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് ഫസ്റ്റ് എയ്ഡിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിപ്പിക്കാം. ഓക്കെ, ഫസ്റ്റ് എയ്ഡിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, ഹൈജീനെ കുറിച്ച് പഠിപ്പിക്കാം. പിന്നെന്താണ് അസുഖങ്ങൾ, പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടാറുണ്ട് അല്ലെ. അപ്പൊ അസുഖങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ തടയാം, തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് എഡ്യൂക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ലഭിക്കുന്ന എല്ലാ എഡ്യൂക്കേഷൻസും എല്ലാ നോളജും എന്താണ് കുട്ടിയുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല അവന്റെ ഫാമിലി ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ സൊസൈറ്റിയിലും അതെന്താണ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഒരു കുട്ടി പഠിക്കുന്ന ഒരു ബിഹേവിയർ അല്ലേ, അവൻ പഠിക്കുന്ന ഒരു ഹാബിറ്റ് അല്ലേ നാളെ സൊസൈറ്റിയിൽ അവൻ ചെയ്യുന്നത്, അങ്ങനെയാണോ? അപ്പൊ അത് അവന്റെ വ്യക്തി ലൈഫിൽ മാത്രമല്ല എന്താണ് അത് സൊസൈറ്റിയിലും കൂടി എക്സ്പ്രസ് ആകുന്നതാണ്. ഈ പോയിന്റ് ക്ലിയർ ആണോ? സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്റെ പ്രാധാന്യം, ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? വായിച്ചിട്ട് വന്നായിരുന്നു എല്ലാവരും ആ പേജ്, ആ ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമുക്കറിയാം എന്താണ് നമ്മുടെ ചൈൽഡ്ഹുഡിൽ, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ശീലിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന ഓരോ സ്വഭാവങ്ങളും അല്ലെങ്കിൽ എന്താണ് ഓരോ ശീലങ്ങളുമാണ് പിന്നീട് അത് ഹാബിറ്റ്സ് ആയിട്ട് മാറുന്നത് അല്ലേ. അതെങ്ങനെയാണ് കുട്ടിക്കാലത്ത് ഉടലെടുക്കുന്ന പല ശീലങ്ങളും മുതിർന്നു കഴിയുമ്പോഴും അതെന്താണ് നിലനിൽക്കുന്നതാണ്. ഒരു പ്രോവർബ്സിൽ ഒരു പഴഞ്ചൊല്ലുണ്ടെന്നാണ്, ചുട്ടയിലെ ശീലം ചുടല വരെ, ഇല്ലേ, കേട്ടിട്ടില്ലേ? നമ്മൾ പണ്ട് കാലത്ത് ചെറുപ്പത്തില് എന്താണോ ശീലിക്കുന്നത് അതാണ് മുതിർന്നു കഴിയുമ്പോഴും നമ്മളിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അത് ബിഹേവിയർ ആയിക്കോട്ടെ, ഒരു ഹാബിറ്റ് ആയിക്കോട്ടെ, ഒരു സ്വഭാവം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, എല്ലാം എങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിലെ ശീലിക്കുന്ന കാര്യങ്ങളാണ് മുതിർന്നു കഴിയുമ്പോഴും നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചെറുപ്പത്തിലെ കുട്ടികൾ, ചില കുട്ടികൾക്ക് ചില ബാഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ, തമ്പ് ഇങ്ങനെ സക്ക് ചെയ്യുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? ഈ നഖമല്ല തമ്പ്, ഈ തള്ളവിരൽ ഇങ്ങനെ സക്ക് ചെയ്യുന്ന കുട്ടികള്, അത്തരം കുട്ടികളുണ്ട് അല്ലെ, അത്തരം ചില ബാഡ് ഹാബിറ്റ്സ് ഉള്ള കുട്ടികളുണ്ട്. അപ്പൊ മുതിർന്നു കഴിയുമ്പോൾ ഇത്തരം ബാഡ് ഹാബിറ്റ്സ് എന്തിലോട്ട് നയിക്കും? ഈ സ്മോക്കിംഗ് പോലുള്ള ഹാബിറ്റ്സിലോട്ട് കുട്ടികളെ നയിക്കുന്നതാണ്.
ഓക്കെ, ക്ലിയർ ആണോ? ചെറുപ്പത്തില് ഇത്തരം ഹാബിറ്റ്സ് ഉള്ള കുട്ടികൾ, ഈ തമ്പ് സക്ക് ചെയ്യുക അല്ലെങ്കിൽ നഖം കടിക്കുക, ഓക്കെ, ഇത്തരം ശീലങ്ങളുള്ള കുട്ടികൾ മുതിർന്നു കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ടത്? സ്മോക്കിംഗ് പോലുള്ള ഹാബിറ്റ്സിലോട്ടാണ് ഇത്തരം ഈ ചെറിയ ശീലങ്ങൾ അവരെ നയിക്കുന്നത്. അപ്പൊ ചെറുപ്പത്തിലെ ഇത്തരം ശീലങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നഖം കടിക്കുക അല്ലെങ്കിൽ തമ്പ് സക്ക് ചെയ്യുക പോലുള്ള ശീലങ്ങൾ ചെറുപ്പത്തിലെ തന്നെ ഒഴിവാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഈ ചൈൽഡ്ഹുഡിൽ നേടുന്ന ഓരോ നോളജും, ഓരോ ബിഹേവിയറും, ഓരോ ആറ്റിറ്റ്യൂഡും, ഓരോ സ്വഭാവവുമാണ് കുട്ടികളിൽ അഡൽട്ട്ഹുഡ് ആയാലും ആ കുട്ടികളിൽ നിലനിൽക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? അപ്പൊ ഇതിന് എഡ്യൂക്കേഷൻസ് വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് ഈ ഹെൽത്തി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹെൽത്തി ആറ്റിറ്റ്യൂഡ്സ് കുട്ടികളിൽ വളർത്തിയെടുക്കാനായിട്ട് ഇത്തരം എഡ്യൂക്കേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലേ? നമ്മൾ നേരത്തെ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പൊ ഇത്തരം എഡ്യൂക്കേഷൻസ് കുട്ടികളിൽ ഇത്തരം ബാഡ് ഹാബിറ്റ്സിനെ കുറിച്ച് എന്താണ് അവയർനെസ് നൽകുന്നുണ്ട്, കുട്ടികളെ ബോധവാന്മാരാകുന്നുണ്ട്. നമ്മൾ ഓരോന്ന് പറയുമ്പോഴാണ് കുട്ടികൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നതിനനുസരിച്ചാണ് അവർ പഠിക്കുന്നത് അല്ലേ? അവർ പുതിയ കാര്യങ്ങൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, കുട്ടികൾക്ക് ഇത്തരം ഹെൽത്ത് എഡ്യൂക്കേഷൻസ് വളരെ അധികം ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം ഹെൽത്തി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് അച്ചീവ് ചെയ്യാനായിട്ട് ഈ എഡ്യൂക്കേഷൻസ് എന്താണ്, വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോ എത്തരം നമ്മൾക്കറിയാം സ്കൂള് അതിനൊരു മെയിൻ ഫാക്ടർ ആണ്. കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു മീഡിയം എന്ന് പറയുന്നത് ഏതാണ്? സ്കൂളാണ് അല്ലെ? സ്കൂളിൽ നിന്നാണ് കുട്ടികൾ. എന്തുകൊണ്ടാണ് സ്കൂൾ മെയിൻ ഒരു ഫാക്ടർ ആണെന്ന് പറയാൻ കാരണം എന്താണ്? ചെറിയ കുട്ടികൾ അല്ലെ കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? സ്കൂളുകളിലാണ് അല്ലെ? വീട് കഴിഞ്ഞാൽ പിന്നെ ചെറിയ കുട്ടികൾ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? സ്കൂളുകളിലാണ്. ഓക്കെ, അപ്പോ സ്കൂളിൽ ഇത്തരം ഹെൽത്തി ഹാബിറ്റ്സ് ചെറുപ്പത്തിലെ വളർത്തിയെടുക്കേണ്ടത് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ സ്കൂളിൽ പലതരം മീറ്റിംഗ്സ് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി അവയർനെസ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന പല കാര്യങ്ങളും അല്ലെ, നമ്മുടെ എന്താണ് വലുതാവുമ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ അല്ലെ, ഇപ്പൊ ടീച്ചർ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്, ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ നാളെ മുതൽ എങ്ങനെയാണ് സ്വന്തമായിട്ട് യൂണിഫോം വെയർ ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, സ്വന്തമായിട്ട് വേണം യൂണിഫോം വെയർ ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഡേ മുതൽ അവരങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മളൊന്ന് പാരന്റ്സ് വിചാരിക്കണം ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കാം. അങ്ങനെ വിചാരിച്ചാൽ അവരെന്താ പറയുന്നത്? അവരതിന് സമ്മതിക്കോ? ഇപ്പൊ ഞാൻ യൂണിഫോം ഇട്ട് തരാന്ന് പറഞ്ഞാൽ കുട്ടികൾ അങ്ങനെ സമ്മതിക്കാറുണ്ടോ? മിക്ക കുട്ടികളും സമ്മതിക്കില്ല. അവർ ടീച്ചർ എന്താ പറഞ്ഞേക്കുന്നത്? തനിയെ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളെക്കാളും കുറച്ചുകൂടി, നമ്മൾക്ക് നൽകുന്നതിനേക്കാളും കുറച്ചുകൂടി വാല്യൂസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അവർ ടീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെയാണ് ഇപ്പൊ ഹോംവർക്ക് എന്തെങ്കിലും ഒരു ബുക്സിൽ എഴുതിക്കൊണ്ട് വന്നാൽ എന്തെങ്കിലും ചിലപ്പോൾ ടീച്ചേഴ്സ് ആണല്ലോ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ നമ്മളത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അവർ സമ്മതിക്കില്ല. അവരെന്ത് പറയും? ടീച്ചർ എഴുതി തന്നതാണ് കറക്റ്റ് എന്ന് പറയും അല്ലെ? അത് തെറ്റാണെങ്കിലും അവരെന്ത് പറയും? അതാണ് കറക്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അവരുടെ വേർഡ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വാല്യൂസ് കുട്ടികൾ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ സ്കൂളിൽ എന്തൊക്കെ ബിഹേവിയർ പഠിച്ചു, എന്തൊക്കെ ഹാബിറ്റ്സ് പഠിച്ചു എന്നത് എങ്ങനെയാണ് സൊസൈറ്റിയിൽ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സ്കൂളിൽ നല്ലൊരു ബിഹേവിയർ ഉള്ള ഒരു കുട്ടി നാളെ വളർന്ന് മുതിർന്നു കഴിയുമ്പോൾ സൊസൈറ്റിയിൽ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിട്ട് മാറോ? ഇപ്പൊ റോഡിൽ കിടന്ന് വഴക്ക് കൂടുന്ന ഒരാളായിട്ട് മാറോ? സ്കൂളിൽ എങ്ങനെയാണോ വളർന്നു വന്നത്, ഏത് ബിഹേവിയർ ആണോ കുട്ടിയിൽ ഉടലെടുത്തിരിക്കുന്നത്, ആ രീതിയിലായിരിക്കും അവൻ സൊസൈറ്റിയിലും അതെന്ത് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ സ്കൂൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളെ സംബന്ധിച്ച്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് സ്കൂൾ. പിന്നെ അതേപോലെ തന്നെ സ്കൂളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിഫോം വെയർ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ വീടുകളിൽ വന്ന് എന്താണ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഡിസ്കസ് ചെയ്തില്ലെങ്കിലും അവർ ഇൻഡയറക്റ്റ് ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യാറുണ്ട് ഇല്ലേ? ഇപ്പൊ വാഷ് ചെയ്യണം എന്ന് പറഞ്ഞാല് ഹാൻഡ് വാഷ് ചെയ്യണം, ഫുഡ് കഴിക്കുന്നതിന് മുൻപ് ഹാൻഡ് വാഷ് ചെയ്യണം എന്ന് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെന്താണ് വീട്ടിൽ വന്നാലും അത് കണ്ടിന്യൂ ചെയ്യും അല്ലെ? അതൊന്ന് ഫോളോ ചെയ്യും, വീട്ടിൽ വന്നാലും ഫോളോ ചെയ്യും, സൊസൈറ്റിയിലായാലും
ഇപ്പൊ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയാൽ എന്താണ്, ഫുഡ് കഴിക്കുന്നതിന് മുൻപ് അവൻ എന്ത് ചെയ്യും, അത് ഓർത്തിരിക്കും അല്ലെ, അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നാളെ സൊസൈറ്റിയിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. എന്തൊക്കെ സ്റ്റെപ്സ് സ്കൂളിൽ എടുത്തിട്ടുണ്ടോ, ഈ ഹെൽത്ത് എഡ്യൂക്കേഷന് വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് സ്കൂളിൽ എടുത്തിട്ടുണ്ടോ അതെല്ലാം നാളെ സൊസൈറ്റിയിൽ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഈ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം 1-2 ദിവസം കുട്ടികളെ പഠിപ്പിച്ചാൽ അത് ഹാബിറ്റ്സ് ആയിട്ട് മാറോ? ഇല്ല. എങ്ങനെ? കണ്ടിന്യൂസ് ആയിട്ട് അത് അവനിൽ ഒരു ശീലമാകുന്നത് വരെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യണം. വേണ്ടേ? 1-2 ദിവസം കുട്ടികളോട് പറയുകയാണ് നാളെ ഫുഡ് കഴിക്കുന്നതിന് മുൻപ് കൈ വാഷ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ കഴുകും? അവർ ചിലപ്പോൾ മറന്നുപോകും. അതെന്ത് ചെയ്യണം, അതൊരു ശീലമായിട്ട് മാറുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. അത് ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും അതെന്ത് ചെയ്യണം, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെയാണ് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെയാണോ? യെസ് മാം. ഓക്കെ. അപ്പോ എന്തിനെ കുറിച്ചുള്ള ഹാബിറ്റ്സ്, നമുക്ക് പലതരത്തിലുള്ള നല്ല ഹാബിറ്റ്സ് കുട്ടികൾ വളർത്തിയെടുക്കാം അല്ലെ. ബുക്സ് റീഡ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുൻപ് ഹാൻഡ് വാഷ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, പിന്നെ എന്തൊക്കെയാണ് എക്സസൈസിന്റെ പ്രാധാന്യം, എക്സസൈസ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഡെയിലി നമുക്കൊരു 5 മിനിറ്റ് എന്താണ് എക്സസൈസ് ചെയ്യിപ്പിക്കാം കുട്ടികളെ കൊണ്ട്, ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യിപ്പിക്കാം. ഓക്കെ, റീഡിങ്ങിന്റെ പ്രാധാന്യം, ഇത്തരം കാര്യങ്ങൾ കുട്ടികളിൽ ഒരു ഹാബിറ്റ് ആയിട്ട്, ബ്രഷിങ്, ഓക്കെ, ഹാബിറ്റ് ആയിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അത് എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചാൽ മാത്രമാണ് അതൊരു ഹാബിറ്റ് ആയിട്ട് കുട്ടികളിൽ സെറ്റ് ആകുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ് മാം. യെസ് മാം. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് സ്കൂളിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ സ്കൂളിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ കുട്ടിയുടെ ഹെൽത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അവന്റെ ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ, ബിൽഡ് ചെയ്യുന്നതിൽ ഒരു സ്കൂളിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? എത്രത്തോളമാണ്? കുട്ടി ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, വീട് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെന്താണ്, ഈ സ്കൂൾ പീരീഡ്, ഈ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിച്ച് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്, ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് സ്കൂൾ പീരീഡ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ്? നമുക്ക് ലഭിക്കുന്ന എല്ലാ നോളജിന്റെയും അടിത്തറ, ഫൗണ്ടേഷൻ ഏതാണ്? ഫൗണ്ടേഷൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സ്കൂളിൽ നിന്നാണ് ലഭിക്കുന്നത് അല്ലേ. നമ്മൾക്ക് ലഭിക്കുന്ന ഏതൊരു ഹാബിറ്റ്സിന്റെ ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ്സിന്റെ ആയിക്കോട്ടെ, നോളജിന്റെ ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും ഫൗണ്ടേഷൻ ലഭിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. അങ്ങനെയാണോ? സ്കൂളിൽ നിന്നാണോ? സ്പെൻഡ് ചെയ്യുന്നതും എവിടെയാണ്? ഓക്കെ. അവര് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും സ്കൂളിലാണ്. അപ്പൊ സ്കൂള് മെയിൻ ഒരു ഫാക്ടറാണ് ഇവരുടെ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ബിൽഡ് ചെയ്യുന്ന, നല്ലൊരു ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നതിൽ സ്കൂൾ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? അതേപോലെ തന്നെ സ്കൂൾ ഹാബിറ്റ്സിന്റെ കാര്യം മാത്രമല്ല, അവർ ജീവിക്കുന്ന ചുറ്റുപാട്, അവർ പഠിക്കുന്ന ചുറ്റുപാട്, ആ സ്കൂൾ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, എങ്ങനെയായിരിക്കണം? ക്ലീൻ ആയിരിക്കണം അല്ലെ. ഫ്രഷ് എയർ ലഭിക്കുന്ന, സൺലൈറ്റ് ലഭിക്കുന്ന, നല്ല ക്ലീൻ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം ആ സ്കൂൾ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റീസ് സ്കൂൾ അതോറിറ്റീസിനാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, കുട്ടികൾ വളരുന്ന, അവർക്ക് അവരുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അവർ സ്കൂളിൽ ചെന്നാൽ എങ്ങനെയായിരിക്കണം? അവരുടെ വളർച്ചയ്ക്കും അവരുടെ ഡെവലപ്മെന്റിനും, ഗ്രോത്തിനും ഡെവലപ്മെന്റിനും സഹായിക്കുന്ന പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂള് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? സ്കൂൾ കരിക്കുലത്തിൽ എന്താണ്, എക്സസൈസ് ഉൾപ്പെടുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എന്തുകൊണ്ടാണ് എക്സസൈസ് ഉൾപ്പെടുത്തണമെന്ന് പറയാനായിട്ട് കാരണം?
ബിറ്റ്വീൻ സ്റ്റഡി അവേഴ്സ്, ഈ സ്റ്റഡി അവേഴ്സിനിടയിൽ എന്താണ് എക്സസൈസ് ഉൾപ്പെടുത്തേണ്ടത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ മുതിർന്നവര് നമ്മളിപ്പോ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോറടിക്കും അല്ലെ. ഇപ്പൊ നാളെ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും, കുറച്ചൊരു ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പൊ ചെറിയൊരു ബ്രേക്ക് എടുത്താല്, ചെറിയൊരു വാക്ക് ആവാം, അല്ലെങ്കിൽ ലിസൺ ടു മ്യൂസിക് ആവാം, നിങ്ങൾക്ക് ഒരു റിഫ്രഷ്മെന്റ് ഫീൽ തോന്നും അല്ലെ. നിങ്ങൾ കൂടുതൽ എങ്ങനെയാവും, എനർജറ്റിക് ആവും അല്ലെ, കൂളാവും. പിന്നെ നമ്മൾ തിരിച്ച് പഠനത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും, കൂടുതൽ പവർഫുൾ ആയിട്ട് എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും അല്ലെ. അതേപോലെ സ്കൂളിലും എങ്ങനെയാണ്, ഈ പഠിത്തത്തിനിടയിൽ ചെറിയൊരു എക്സസൈസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെയാണ് കൂടുതൽ പവർഫുൾ ആയിട്ട് പഠിക്കാനായിട്ട് കഴിയുന്നതാണ്, എനർജറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ ഇത്തരം എക്സസൈസും കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സ്കൂളിന്റെ പ്രാധാന്യം, പിന്നെന്താണ് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, 3 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇന്ന് ആരാണ് ആക്ഷൻ സോങ്? ഞാൻ പേര് വിളിക്കാം. ആരാണ്? ഗൗരി. 1 സെക്കൻഡ് ഗൗരി, വെയിറ്റ്. ഓക്കെ ഗൗരി. Hi children, good morning. Now it's time for singing action song. Let's sing with me. Okay? Okay. Fast is so tall. My mother is so tall. Only for me. What a pain it is. What a pain it is. Dosha run for father. Dosha run for mother. Only for me. What a pain it is. What a pain it is. Leather shoes for father. Leather shoes for mother. Slipper for me. What pain it is. What pain it is. Thank you. ഓക്കെ ഗൗരി, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. വെരി ഗുഡ്. ദെൻ ഹൂസ് നെക്സ്റ്റ്? പേര് പറയൂ. റജീന. റജീന റെഡി ആണോ? റജീന. മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ. നമ്മൾ ഈ ചെയ്യുന്ന അസൈൻമെന്റ്സ് എല്ലാം ഈ ട്രെയിനിങ് പീരീഡിൽ നമുക്ക് സ്കൂളിൽ കയറുമ്പോ അവര് ചോദിക്കോ? ഇല്ല, നമ്മൾ ചോദിക്കില്ല. ചെയ്ത് കൈവെക്കുകയാണോ? ഇല്ല, കൈ മതി. ആ, ഈ അസൈൻമെന്റ്സ് ഒന്നും ട്രെയിനിങ് പീരീഡിൽ കയറുമ്പോ ചോദിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ചാർട്ടിലൊക്കെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്തരം പ്രോപ്പർട്ടീസ്. ഓക്കെ, അല്ലാതെ അവര് ചോദിക്കില്ല നമ്മുടെ അടുത്ത്? ഇല്ല, ചോദിക്കില്ല. നമ്മൾ ചെയ്ത വർക്കൊന്നും ഇവർക്ക് ആവശ്യമില്ല അല്ലെ? നമ്മൾ കയറുന്ന സ്കൂളുകളിലേക്ക് ആവശ്യമില്ല. ഇല്ല. ഓക്കെ. ദൃശ്യ റെഡി ആണോ? ദൃശ്യ. ഇല്ല മാം, നാളെ ചെയ്യാം. ഓക്കെ. ആക്ഷൻ സോങ്ങിന് ആരാ റെഡി? കൃഷ്ണ എന്നാണോ പേര്? ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അസൈൻമെന്റ് അയച്ചിട്ടേ അങ്ങോട്ട് വന്നില്ല, ടീച്ചറിന്റെ അങ്ങോട്ട് വന്നില്ല, സെൻഡ് ആകുന്നില്ല. അപ്ലോഡ് ചെയ്തിട്ട് വന്നില്ല. അതെന്തു പറ്റി? നാളെയല്ലേ ലാസ്റ്റ് ഡേറ്റ്? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. ഓക്കെ, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കൂ. ആ വീഡിയോസ് ഒന്നും കൂടി പ്രോപ്പർ ആയിട്ട് കണ്ടു നോക്കൂ. ഇന്നലെ തൊട്ട് ചെയ്യണേ ടീച്ചറെ ഞങ്ങള്, അപ്പൊ അതിലോട്ട് കേറുന്നില്ല, സെൻഡ് ആകുന്നില്ല. ഇന്നലെ കൃഷ്ണേന്ദ്രന്റെ അച്ഛനും അനിയനും ഒക്കെ ചെയ്ത് നോക്കിയതാണ്. പിന്നെ വല്യമ്മയുടെ മോളെ കൊണ്ട് ചെയ്യിപ്പിച്ച്, എന്നിട്ടൊന്നും പോകുന്നില്ല. 2 അസൈൻമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മിനിഞ്ഞാന്ന്. ആണല്ലേ? ഓക്കെ.
എന്ത് പറ്റി മതിയോ ടീച്ചർ? മ്യൂട്ട് ചെയ്യ് കൃഷ്ണ, മ്യൂട്ട് ചെയ്യ്. വേറെ ആരെങ്കിലും സബ്മിറ്റ് ചെയ്തായിരുന്നോ അസൈൻമെന്റ്? മിസ് ഞാൻ ചെയ്തു. മ്യൂട്ട് ചെയ്ത് നീന, നീന, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. നീന സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്തായിരുന്നു. പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ സബ്മിറ്റ് ചെയ്യുന്ന ടൈമില്? ഇല്ലില്ല, ഞാൻ ഫുള്ള് സ്കാൻ ചെയ്തിട്ട് അവിടുന്ന് ഡയറക്റ്റ് സെൻഡ് ചെയ്യുമായിരുന്നു. സ്കാനർ വഴി PDF ആയിട്ട് PDF ആയിട്ട് സെൻഡ് ചെയ്തു അല്ലേ? സെൻഡ് ചെയ്തു. ഓക്കെ ഓക്കെ. അതിന് വേറെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, സെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ കൃഷ്ണ, അപ്പൊ അതേപോലെ നമ്മൾ ചെയ്തതിന്റെ മാർക്ക് നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ കിട്ടുന്നതാണ് കേട്ടോ. മാം ഈ ക്ലാസ് റൂമിന്റെ സൈഡില് ഓവറോൾ 20 കണ്ടു. ഞാൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം 20 ഔട്ട് ഓഫ് 20 അതാണോ മാർക്ക്? കണ്ടായിരുന്നോ? ആ നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. അവിടെ നോക്കിട്ട് പറയാം. ഓക്കെ ഓക്കെ. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, കല റെഡിയാണോ? കല ആക്ഷൻ സോങ്ങിന് റെഡിയാണോ കല? ഹലോ മാം, ഞാനൊരു ഡൗട്ട് ചോദിക്കാനായിട്ട് അൺമ്യൂട്ട് ചെയ്തതാണ്. ഞാനേ ഈ മൺഡേ തൊട്ടാണ് മാഡം ജോയിൻ ചെയ്തതേ. അപ്പൊ ഞാൻ ഇപ്പൊ അസൈൻമെന്റ് കാര്യം ഇന്നാണ് അറിയുന്നത്. അപ്പൊ ഇത് നമുക്ക് അസൈൻമെന്റ് എവിടെ ഉണ്ടാവും? അസൈൻമെന്റ് അസൈൻ ചെയ്ത് കൊടുത്തേക്ക് നമുക്ക് എന്ത് അറിയാൻ പറ്റും? എവിടെയാണ് അതെന്നുള്ളത്? ക്ലാസ് റൂമിലാണോ? ടോപ്പിക് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. 2 അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്. A4 ഷീറ്റിൽ അത് എന്തോ ഇതിന് മുന്നത്തെ ക്ലാസ് കണ്ടായിരുന്നോ കല? ഇല്ല മാമിന്റെ ക്ലാസ്സിൽ ഞാൻ ഇതിന് വാച്ച് ചെയ്തു. അതിൽ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഓക്കെ, അസൈൻമെന്റ് എങ്ങനെ ചെയ്യണം? ഒരു A4 ഷീറ്റ് പേപ്പറിലാണ് ചെയ്യേണ്ടത്. 2 അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പേജ് മാത്രമേ ഓക്കെ ഓക്കെ. അപ്പൊ കല നോക്ക, റെക്കോർഡ് ക്ലാസ് നോക്കട്ടോ. ഓക്കെ, എന്നിട്ട് ഓക്കെ. ആക്ഷൻ സോങ്ങിന് ആരാ റെഡി ആയിരിക്കുന്നത് ഇനി? ഞാൻ ചെയ്യാം. പേര് പറയൂ. ബാക്കി ഓക്കെ ഓക്കെ. അശ്വതി, മൈക്ക് ഓൺ ആക്കടാ, മൈക്ക് ഓൺ ആക്കി. ഇതൊരു ബോഡി മൂവ്മെന്റ് സോങ് ആണ്. റോലി പോലി റോലി പോലി റോലി പോലി റോലി പോലി ഡൗൺ ഡൗൺ റോലി പോലി റോലി പോലി ബീറ്റ് ബീറ്റ് റോലി പോലി സ്മോൾ സ്മോൾ സ്മോൾ. ഓക്കെ ഓക്കെ. അശ്വതി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റക്ക് ആവുന്നുണ്ട് അതുകൊണ്ട്. ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ട് ചെയ്തോളൂ. ദെൻ ജോൺസി റെഡി ആണോ? ഇല്ല, ഞാനൊരു വട്ടം ചെയ്തു, പിന്നീട് ഞാൻ ഓക്കെ ഓക്കെ, ചെയ്തെങ്കിൽ വേണ്ട. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആരാണ്? പേര് പറയൂ. പേര് പറയൂ. മെജോ, അന്ന അന്ന മെജോ മോളുടെ പേര്. മെജോ. മെജോ മോൾ. ഓക്കെ ഓക്കെ, ചെയ്തോളൂ. ഓക്കെ, വീഡിയോ ഓൺ ആക്കിക്കോളൂ. ഓക്കെ, ഇപ്പൊ കാണാം. ഇപ്പൊ കാണാം, ഇപ്പൊ കാണാം, ക്ലിയർ ആണ്. 1 2 3 4 knock at the door, pick up the sticks, 7 8 lay them straight, 9 a big fat hen. Thank you. ഓക്കെ, ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്നുണ്ട്, നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത്തരം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസിലി എന്താണ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ, എന്തൊക്കെ ആക്ടിവിറ്റീസ് പഠിപ്പിക്കാം ഇതിലൂടെ? നമ്പേഴ്സ് പഠിപ്പിക്കാം അല്ലെ കുട്ടികളെ? നമ്പേഴ്സ് പഠിപ്പിക്കാം.
നമ്പേഴ്സ് പഠിപ്പിക്കാം. ഓക്കെ. വേറെ ആരാ? മിസ്സേ ഞാൻ ചെയ്യാം. പേര് പറയൂ. പേരെന്താ? കെസിയ. കെസിയ. ഓക്കെ കെസിയ. One finger, turn, 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 turn to a worm, roll, roll, roll. Two finger, turn, 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 turn to a rabbit, hum, hum, hum. Three finger, turn, 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 turn to a cat, meow, meow, meow. Four finger, turn, 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 turn to a butterfly, fly, fly, fly. Five finger, turn, 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 turn to a tiger, roar, roar, roar. Thank you, Miss. ഗസിയ ടെൻഷൻ ഉണ്ടോ ഗസിയക്ക്? ചെറിയ ടെൻഷൻ. ഓക്കെ, നന്നായിട്ട് ചിരിച്ചൊക്കെ നിന്ന് നല്ല ആക്ഷൻ ഒക്കെ കാട്ടിയിട്ട് നിന്ന് ആക്ഷൻ സോങ് ചെയ്യണം. ഓക്കെ, നന്നായിട്ടുണ്ടാവും. ലിജി, ലിജി എന്നാണോ? ഓക്കെ, റെഡി ആണോ ലിജി? ഓക്കെ. Clap your hands. Listen to the music and clap your hands. Stamp your feet. Listen to the music and stamp your feet. Turn around. Listen to the music and turn around. Jump up high. Listen to the music and jump up high. ചെയ്തിട്ട് ഫീൽഡ് തീർത്തിട്ട് അല്ലേ, എങ്ങനെയെങ്കിലും തീർത്താ മതി എന്നാണ് ലിജിക്ക്. ഓക്കെ, ഞാൻ ചെയ്തോട്ടെ. പേരെന്താ? ലീല എന്നാണോ? എന്താ ക്ലിയർ ആയില്ല പേര്. പേരെന്താ? ഓക്കെ, ചെയ്തോളൂ ലൈല. സജന എന്നാണ് മാം പേര്. എന്താ പേരെന്താ? സജന. സജന. ഓക്കെ സജന. ഓക്കെ ചെയ്തോളൂ. We will dinky runs to the town, upstairs and downstairs, in his nightgown, tapping at the window, crying to the Lord, all the children in the bed, now it's 8 o'clock. കൊച്ചു കയ്യിലുള്ളതൊന്നും കറക്റ്റ് ആയിട്ട് വരുന്നില്ല. സജന. ഓക്കെ ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ ആക്ഷൻ സോങ് ചെയ്യാനായിട്ട്? ആക്ഷൻ സോങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. റോൾ പ്ലേയിലോട്ട് കിടക്കണം. ആക്ഷൻ സോങ് എല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം റോൾ പ്ലേയിലോട്ട് പോകാനായിട്ട്. ഓക്കെ, ഇനി ആരാ ആക്ഷൻ സോങ് ചെയ്യാനുള്ളത്? മാം ഞാൻ ചെയ്തോട്ടെ? അനു. ഓക്കെ അനു. കാണാവോ? കാണാം. Sunday, Monday, Tuesday, Wednesday, Thursday and Friday and Saturday. Sunday, Monday, Tuesday, Wednesday, Thursday, Friday and Saturday. 7 days in a week. 1, 2, 3, 4, 5, 6, 7. 7 days in a week. Sunday, Monday, Tuesday, Wednesday, Thursday, Friday and Saturday. 7 days in week. 1, 2, 3, 4, 5, 6, 7. 7 days a week. അനു അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം കുട്ടികളെ ഈ ആക്ടിവിറ്റി ആക്ഷൻ സോങ്ങിലൂടെ? എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാം? ഡേയ്സ് പഠിക്കാം. 7 days ഉണ്ട്. അതുപോലെ 7 വരെ കൗണ്ട് ചെയ്യാനും പഠിപ്പിക്കാം. ഓക്കെ ഓക്കെ വെരി ഗുഡ്. പേരെന്താ? സജിത. ഓക്കെ സജിത. കാണുന്നില്ലേ? കാണാം. Round and flat,
round and flat, flat and round, flat and round. Rolly, rolly, poly, rolly, rolly, poly. Clap, 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 clap. Rolly, rolly, poly, rolly, rolly, poly. Tap, 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 tap. Okay, Sajida. Very good. മാം ഞാൻ ചെയ്യട്ടെ? പേര് പറയൂ. സരിത ബാബു. സരിത. സരിത. കാണാമോ മാം? കാണാം. Ho rainbow, ho rainbow, how lovely are your colors. Ho rainbow, how lovely are your colors. Red, orange and yellow. Red, orange and yellow. Oh rainbow, how lovely are your colors. Green, blue, indigo and violet. Green, blue, indigo and violet. Excellent, very Sajida. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാം റെയിൻബോ ഷേപ്പ്. പക്ഷെ ഞാൻ ഇപ്പൊ എന്റെ വീട്ടില, അത് കാരണം ഞാൻ സ്കെച്ച് കാണിച്ചത്. ഞാൻ റെയിൻബോ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്രോപ്പർട്ടി. പക്ഷെ ഇപ്പൊ ഞാൻ വീട്ടില, എന്റെ വീട്ടില, അത് കാരണം അത് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ്. നെക്സ്റ്റ് ടൈമിൽ ഒന്നുകൂടി ചെയ്യാം. ഓക്കെ ഓക്കെ സരിത. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ ചെയ്യാൻ ആക്ഷൻ സോങ്? മാം ഞാൻ ചെയ്യാം. പേര് പറയൂ. കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ. ഓക്കെ കൃഷ്ണപ്രിയ. Okay. 1, 2, buckle my shoe. 3, 4, shut the door. 5, 6, pick up the sticks. 7, 8, lay them straight. 9, 10, a big fat hen. ഓക്കെ കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ ഇതുവരെ എത്ര റൈംസ് പഠിച്ചു? ഓൾറെഡി ഒരു 1 തന്നെ എഴുതി വെച്ചിട്ടുള്ളൂ. എഴുതി വെച്ചിട്ടുള്ളൂ. നമ്മള് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും, നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്ന ടൈം ആവുമ്പോഴേക്കും ഒരു 20+ റൈംസ് എങ്കിലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ കേട്ടോ കൃഷ്ണപ്രിയ, നന്നായി ചെയ്തിട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഡിസ്കഷൻ ടൈം ആണ്. വേറെ ആരെങ്കിലും ഉണ്ടോ ചെയ്യാൻ? അപ്പൊ ബാക്കിയുള്ളവര് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? ചെയ്തവരിനി ചെയ്യണം മാം? വേണ്ട വേണ്ട, ചെയ്തവര് ചെയ്യണ്ട കേട്ടോ. മാം ഒന്നുകൂടെ പറയൂ, അത് നെറ്റ് ഇഷ്യൂ ആയിട്ടൊന്ന് ഓഫായി പോയി. എന്താണ് ഇന്ന് ചെയ്യാത്തവര് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യണം എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ചെയ്യാത്തവര് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യണം. കഴിഞ്ഞിട്ട് നമുക്ക് റോൾ പ്ലേ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് വേണം, ആക്ഷൻ സോങ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം, എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാനായിട്ട്. ഓക്കെ, അതേപോലെ തന്നെ കഴിഞ്ഞിട്ട് പ്രാക്ടീസിന്റെ ടൈം ആവുമ്പോഴേക്കും, ട്രെയിനിങ്ങിന്റെ ടൈം ആവുമ്പോഴേക്കും നിങ്ങൾ ഒരു 20+ ഓക്കെ ആക്ഷൻ സോങ് എങ്കിലും ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ ഖദീജ, എന്താ? 5 minutes നേരത്തേക്കൊന്ന് ലെഫ്റ്റ് ആവുക കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഡിസ്കഷൻ ടൈം ആണ്. അപ്പൊ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, കുട്ടികളില് ചെറിയ ചെറിയ പ്രായത്തിൽ ഉടലെടുക്കുന്ന പല ശീലങ്ങളും അല്ലെ, ബിഹേവിയർ ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ്സ് ആയിക്കോട്ടെ, അതെന്താണ് മുതിർന്നു കഴിയുമ്പോഴും അഡൾട്ട്ഹുഡിലും നിലനിൽക്കുന്നു പറഞ്ഞു. അപ്പൊ കുട്ടികളിൽ കാണപ്പെടുന്ന ഇത്തരം ചെറിയ ശീലങ്ങൾ എന്തൊക്കെയാണ്? ചെറിയ പ്രായത്തിലെ കുട്ടികളും പലതരം ഹാബിറ്റ്സ് ഉണ്ട് അവർക്ക് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തമ്പ് സക്ക് ചെയ്യുക, അതേപോലെ എന്തൊക്കെ ഹാബിറ്റ്സ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്? എന്തൊക്കെ ഹാബിറ്റ്സ് നിങ്ങൾക്ക് അറിയാം? നിങ്ങളുടെ വീടുകളിൽ ഓക്കെ, ഓരോരുത്തരായിട്ട് അവരുടെ ഒപ്പീനിയൻ പറഞ്ഞോളൂ. ഓക്കെ, മ്യൂട്ട് ചെയ്യൂ. എന്തൊക്കെ ഹാബിറ്റ്സ് ആണ്, അതെങ്ങനെയാണ് നിങ്ങൾ മാറ്റിയെടുത്തത്, എങ്ങനെ മാറ്റിയെടുക്കാം? ഓക്കെ, പേരെന്താ? കൃഷ്ണപ്രിയ.
കൃഷ്ണേന്ദു. ഓക്കെ, കൃഷ്ണേന്ദു പറയൂ. കൃഷ്ണേന്ദുവിന്റെ ഒപ്പീനിയൻ എന്താ? ഏത് ഹാബിറ്റ്സ് ആണ്? നഖം കടിക്കുക. ഓക്കെ കൃഷ്ണേന്ദു, നഖം കടിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ ചെറിയ പ്രായത്തില്. അവരുടെ ഇമോഷൻസ് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ വാശി പിടിക്കുമ്പോൾ കുട്ടികൾ നഖം കടിക്കും അല്ലേ? ടെൻസ്ഡ് ആവുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ കുട്ടികൾ നഖം കടിക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അപ്പൊ നഖം കടിക്കുന്ന കുട്ടികളുണ്ട്, അത്തരം ബിഹേവിയർ ഉള്ള കുട്ടികളുണ്ട്. അതൊരു ഹാബിറ്റ്സ് ആയിട്ട് ചിലപ്പോൾ മാറാറുണ്ട്. ഇത്തരം നഖം കടിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ തമ്പ് സക്ക് ചെയ്യുന്ന കുട്ടികൾ അല്ലെ, മുതിർന്നു കഴിയുമ്പോൾ എന്തായിട്ട് മാറും? അത് അവരുടെ സ്മോക്കിംഗ് പോലുള്ള ബാഡ് ഹാബിറ്റ്സിലോട്ടായിരിക്കും അവരെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ആദ്യം നമ്മൾ നഖം കടിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ചെറിയ ഒരു ഹാബിറ്റ്സ് അല്ലേ അത്, ചിലപ്പോ കുറച്ചും കൂടി മുതിർന്നു കഴിയുമ്പോൾ അത് മാറുമെന്ന് വിചാരിക്കും. ഓക്കെ, അത് മാറും. കുറച്ച് പ്രായം കഴിയുമ്പോൾ അത് മാറും. പിന്നെ അവരെന്ത് ചെയ്യും? എഴുതാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, തുടങ്ങുന്ന ടൈം ആകുമ്പോൾ ഈ പെൻസിൽ ഇങ്ങനെ കടിക്കാൻ തുടങ്ങും. കണ്ടിട്ടുണ്ടോ? പിന്നെ പെൻസിൽ കടിക്കും. എഴുതുന്ന ടൈമിലൊക്കെ എന്താണ്, പെൻസിൽ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അത് കുറച്ചുകൂടി ഒരു അഡൽട്ട്ഹുഡ് സ്റ്റേജിലോട്ട് ആകുമ്പോൾ എങ്ങനെയായിട്ട് മാറും? സ്മോക്കിങ്ങിലോട്ട്, സ്മോക്ക് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസിയിലോട്ടാണ് ഇത്തരം ഹാബിറ്റ്സ് അവരെ നയിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ കൃഷ്ണേന്ദു, നെക്സ്റ്റ്. വേറെന്ത് ഹാബിറ്റ്സ്? ഡ്രസ് കടിക്കുക. ഓക്കെ, എന്തോ? ഡ്രസ് കടിക്കും, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് മക്കള്. ഓക്കെ, ഡ്രസ് അടിക്കുന്ന. ഓക്കെ, അത്തരം ശീലങ്ങളുണ്ട് ചില കുട്ടികൾക്ക് അല്ലെ? ഓക്കെ. അതുപോലെ വാശി കൂടുമ്പോഴോ ദേഷ്യം വരുമ്പോഴൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം കാണിക്കാറുണ്ട് ചില കുട്ടികൾ. കുട്ടികൾക്ക് എന്താണ്, അവർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ അപ്പത്തിന് നടത്തി കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ്? കുട്ടികൾ വാശി പിടിച്ച് കരയാൻ തുടങ്ങും അല്ലെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങും. അപ്പൊ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ജീന? ഒരു ചെറിയ പ്രായത്തിലെ ഒരു കുട്ടി എന്താണ് ഇങ്ങനെ വാശി പിടിച്ച് കരയുമ്പോ എങ്ങനെയാണ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് ആസ് എ മദർ? ചില കുട്ടികൾക്ക് അത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിച്ച് കൊടുക്കുമ്പോൾ അവര് സ്വയം അത് തിരുത്താറുണ്ട്. പിന്നെ വളർന്നു വരുന്ന സമയത്ത് കുറച്ച് മറ്റുള്ള കുട്ടികളെയൊക്കെ കണ്ട് ശീലിച്ച് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുന്ന ഒരു സമയമാകുമ്പോൾ ചിലപ്പോൾ ആ സ്വഭാവം അങ്ങനെ മാറാറുണ്ട്. നമ്മൾ വീട്ടിൽ ഒരുപാട് അവർക്ക് ലാളന കൊടുക്കുന്ന സമയത്ത് അവരെ എല്ലാത്തിനും നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും, അതായത് അവരുടെ എല്ലാ വാശിക്കും നമ്മൾ ഒപ്പം നിൽക്കുമ്പോൾ ആ ഒരു ഹാബിറ്റ് മാറില്ല. വീണ്ടും വീണ്ടും അത് കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളൊരു അംഗൻവാടിയിലോ സ്കൂളിലൊക്കെ പോയി തുടങ്ങി ഒരു ടീച്ചർ ഒരു ഗൈഡൻസ് കിട്ടുന്ന സമയത്ത്, മറ്റുള്ള കുട്ടികളെ കാണുന്ന സമയത്ത് ആ ഹാബിറ്റ് ചിലപ്പോൾ മാറാനുള്ള സാധ്യതകളുണ്ട്. ജീന, ചില കുട്ടികൾ ശ്രദ്ധിക്കാതെ ഒരു സൈഡിലോട്ട് മാറിയിരിക്കുന്നത് കാണാം. അതായത് നമ്മൾ ക്ലാസ് എന്തെങ്കിലും എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ കുട്ടികളുടെ ഇടയിൽ ഇരിക്കുകയാണെങ്കിലും ശ്രദ്ധിക്കാതെ വേറെ ഭാഗത്തിരിക്ക് ഇങ്ങനെ നോക്കിയിട്ടിരിക്കുന്ന കാണാം. അവരെ മാത്രം കെയർ ചെയ്ത്, അതായത് അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടോ, ഇപ്പൊ ആ കുട്ടി മാറിയിരിക്കുകയാണെങ്കിൽ അവനെ തന്നെ പേരെടുത്ത് അവനെ വിളിച്ചോ, അവനെ നമ്മുടെ ഈ കൂട്ടത്തിലേക്ക് അവനെ കൊണ്ടുവരണം. അല്ലാതെ ഇപ്പൊ അവൻ മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവനെ ശ്രദ്ധിക്കാതെ വിടാൻ പാടില്ല. അവന് കൂടുതൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കണം അല്ലേ? അതെ. ഓക്കെ. പിന്നെ നെക്സ്റ്റ്, ഇതേപോലെ കുട്ടികളിൽ കാണപ്പെടുന്ന വിഷമം വരുമ്പോൾ സാധനങ്ങൾ എടുത്തെറിയുക. ഓക്കെ. ചില കുട്ടികൾക്ക് അങ്ങനത്തെ സ്വഭാവങ്ങൾ ഉണ്ടല്ലേ, ദേഷ്യം വരുമ്പോൾ സാധനങ്ങൾ വലിച്ചെറിയുക, ടോയ്സ് വലിച്ചെറിയുക. ഓക്കെ, പിന്നെ കഴിഞ്ഞ് വരുമ്പോ ഈ ഫുഡ് കഴിക്കാനിരിക്കും, കൈയൊന്നും കഴുകാണ്ട് കുട്ടികൾ ഫുഡ് കഴിക്കാനിരിക്കും. അതൊരു നല്ലൊരു ഹാബിറ്റ് ആണ്. ഒരാള് വേറെ ആരും അൺമ്യൂട്ട് ചെയ്യരുത് പ്ലീസ്. ഓക്കെ, പറയൂ. ചില കുട്ടികള് അവരവരുടെ കയ്യിലിരിക്കുന്നത് വേറെ ഒരു കുഞ്ഞിന് കൊടുക്കാത്ത ഒരു സ്വഭാവം കാണിക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ. അപ്പൊ അത്രയും കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മള് എങ്ങനെ അവരെ ശരിയാക്കും? അതിനും കൂടി കൊടുക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അങ്ങനെ. ഓക്കെ. പിന്നെന്താ നേരത്തെ? മെസ്സേജ് മിസ്സായി പോയി. ഓക്കെ, പിന്നെന്താണുള്ളത്? ചീത്ത വാക്കുകൾ, ബാഡ് വേർഡ് ഉണ്ടല്ലേ, മോശം വാക്കുകൾ പറയുന്നു. പ്രജിത പറയൂ. മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ നിർബന്ധമായിട്ട് മേടിച്ചെടുക്കുന്ന ഒരു സ്വഭാവം ചില കുട്ടികളിൽ കാണാറുണ്ട്. അപ്പൊ നമ്മളത് ടീച്ചേഴ്സ് അത് പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും ചിലത് എടുത്തോണ്ട് വരും, വീട്ടിലേക്ക് കൊണ്ടുവരും.
കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാരന്റ്സ് അത് തിരിച്ച് അങ്ങോട്ട് കൊടുത്തു വിട്ട് ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സും മറ്റു കുട്ടികളുടെ കയ്യിൽ നിന്ന് അങ്ങനെ സാധനങ്ങൾ വലിച്ചു മേടിക്കാനായിട്ട് നിർബന്ധമായിട്ട് ഇങ്ങനെ പിടിച്ചു വലിച്ചു മേടിക്കുക, അതൊക്കെ ഒഴിവാക്കാനായിട്ടും ടീച്ചേഴ്സിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കുറച്ചും കൂടെ ഒന്നുകൂടെ കെയർ ചെയ്ത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് തിരുത്തി കൊടുത്ത് മനസ്സിലാക്കിക്കാനുള്ളൊരു പ്രവണത അതും കൂടെ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ദെൻ പിന്നെ വേറെ എന്തൊക്കെ ബിഹേവിയർ ഉണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ കഴിക്കുന്ന ഫുഡ് ഡ്രസ്സിലൊക്കെ ആക്കുക. എന്താ ഹേമ? ഫുഡ് കഴിച്ചിട്ട് ആ കൈ വെച്ചിട്ട് ഡ്രസ്സിലൊക്കെ പിടിക്കുക, അങ്ങനെയൊക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാഷ് ചെയ്യാനായിട്ട് കഴിച്ചതിന് മുൻപും കഴിച്ചതിന് ശേഷവും കൈ വാഷ് ചെയ്യാനായിട്ട് കുട്ടികളെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ കുട്ടികൾ അനുസരിക്കുമോ? നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഡെയിലി കുട്ടികൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളത് അവരെ ഓർമ്മിപ്പിക്കണം. ഓക്കെ, അപ്പോഴാണ് അതൊരു ഹാബിറ്റ് ആയിട്ട് ഇത് മാറുന്നത്. അതേപോലെ തന്നെ ബ്രഷ് ചെയ്യാനായിട്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ബ്രഷ് ചെയ്യിപ്പിക്കുമ്പോൾ, രാവിലെ എഴുന്നേറ്റതിന് ശേഷം ബ്രഷ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ്, നമ്മൾ കുറച്ചധികം ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? ഒരു ഹാബിറ്റ് ആയിട്ട്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഹാബിറ്റ് ആയിട്ട് കുട്ടികളിൽ മാറുന്നതാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? കുഞ്ഞുങ്ങള് കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, പിച്ചുക, മാന്തുക. ഓക്കെ. അങ്ങനത്തെ കുട്ടികളുണ്ട് അല്ലേ? അതെന്തുകൊണ്ടായിരിക്കാം? എന്താന്ന് വെച്ചാല് നമുക്ക് അവരോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന്. അവര് ചെറിയ മക്കളായതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള കുസൃതികളൊക്കെ കാണിക്കുന്നത്. അപ്പൊ ടീച്ചർ അവരെ പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തോടെ പറഞ്ഞ് അവരെ തിരുത്തുക. അതെ, ഓക്കെ. മൂക്കില് വിരലിടുന്ന കുട്ടികളുണ്ടാവില്ലേ? ഓക്കെ, അതെ. മൂക്കില് വിരലിടുന്ന കുട്ടികളുണ്ട്. ഓക്കെ. പിന്നെ മൊബൈൽ ഫോൺ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന ടീച്ചറെ കുഞ്ഞു മക്കൾ ഇപ്പൊ മൊബൈൽ യൂസ് ചെയ്യുന്നത്. അഡിക്ഷൻ ഉള്ള കുട്ടികളുണ്ടല്ലേ? അത് നമ്മൾ കുഞ്ഞുകാലത്തെ നമ്മളത് മാറ്റിയെടുക്കണം. അവർക്ക് യാതൊരു കാരണവശാലും മൊബൈൽ യൂസ് ചെയ്യാൻ കൊടുക്കരുത്. അതിന് ഉത്തരവാദി റെസ്പോൺസിബിൾ ആരാണ്? പാരന്റ്സ് തന്നെയാണ്. എന്തുകൊണ്ടാണത്? ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്താ ഈസിലി ഫുഡ് കൊടുക്കാൻ വേണ്ടി മൊബൈൽ വെച്ച് കൊടുക്കും അല്ലേ? അപ്പൊ നമ്മൾ തന്നെയാണ് അത്തരം സിറ്റുവേഷൻസിലേക്ക് അവരെ നയിക്കുന്നത്. അതെങ്ങനെ മാറ്റിയെടുക്കാം? അവർക്ക് മൊബൈലുമായിട്ട് യാതൊരു കണക്ഷനും കൊടുക്കാൻ പാടില്ല. മൊബൈൽ യൂസ് എന്താ പറയാ, എല്ലാം കൊണ്ട് മൊബൈൽ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. അപ്പൊ മൊബൈൽ എന്താന്ന് പോലും അവരെ പഠിപ്പിക്കരുത്. അവർക്ക് മൊബൈലേ കൊടുക്കാൻ പാടില്ല. ചെറിയ പിള്ളേരാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? മൊബൈൽ ഫോൺ കൊടുക്കരുത്. അതിന് പകരം എന്ത് ചെയ്യണം? നമ്മളൊരു ചുറ്റുപാട് അറിഞ്ഞു വളരട്ടെ. കുട്ടികൾ അങ്ങനെയല്ലേ വളരേണ്ടത്? ഫുഡ് കൊടുക്കുന്ന നേരത്ത് ചെറിയ കുട്ടികളാണെങ്കിൽ പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കാം. പുറത്തെ കഥകൾ പറഞ്ഞുകൊണ്ട് ഫുഡ് കൊടുക്കാം. മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അവരെ പുറത്ത് കളിപ്പിക്കാം, പലതരം ആക്ടിവിറ്റീസിൽ ആക്ടിവിറ്റീസുകൾ കൊടുക്കാം. പലതരം നമ്മൾക്ക് വർക്ക് ചെയ്യുന്ന നേരത്താണെങ്കിൽ കുട്ടികളെ തന്നെ കൂടെ നിർത്തി വർക്ക് ചെയ്യിക്കാൻ ശ്രമിക്കാം. നമുക്ക് കുട്ടികളെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ വർക്ക് ചെയ്യണത് അവരെ കാണിച്ചിട്ട് തന്നെ ചെയ്യാം. കുട്ടികളിൽ ഇത്തരം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനുള്ള എളുപ്പ വഴിയാണ് നമുക്കറിയാം. എന്താണ്? അവർ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. ചെറിയ കുട്ടികളാണ്, എസ്പെഷ്യലി ഗേൾസ് ഒക്കെ ആണെങ്കിൽ അമ്മമാര് ചെയ്യുന്ന വർക്കുകൾ അവരെന്ത് ചെയ്യും? ഇമിറ്റേറ്റ് ചെയ്യാറില്ലേ? ഇപ്പൊ അമ്മമാര് സാരി എടുക്കുന്നവരാണെങ്കിൽ അതേപോലെ അവർ സാരി എടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. കുട്ടികളെ ഉറക്കുന്നത് പോലെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് ഇല്ലേ? അപ്പൊ ചെറിയ ജോലികൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇപ്പൊ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ഒരു ബോൾസ് ഉണ്ടാക്കാനായിട്ട് അവരുടെ ഹെൽപ്പ് നമുക്ക് നേടാവുന്നതാണ്. അത്തരം ചെറിയ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെ ശീലങ്ങളാ കുട്ടികളിൽ ഉള്ളത്? ഞാൻ പറയട്ടെ? ഓക്കെ, പറയൂ. അതായത് ഭയങ്കര ദേഷ്യമുള്ള കുട്ടികളോട് നമ്മളും അതേ ദേഷ്യത്തിൽ അവരോട് കാര്യം പറയുവാണെങ്കിൽ കുട്ടികൾ മനസ്സിലാക്കി എടുക്കൂല. അവർക്ക് ദേഷ്യവും വാശിയും കൂടിയുള്ളൂ. അതേസമയം നമുക്ക് ദേഷ്യം വരാം അവരോരോ കാട്ടിക്കൂട്ടൽ കാണിക്കുമ്പോൾ. അപ്പൊ നമ്മൾ അവരോട് സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ സ്കൂളിൽ പോയാലും ചില കുട്ടികൾ അടങ്ങിയിരിക്കൂല. ടീച്ചർമാർക്ക് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. നമ്മൾ പാരന്റ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആ ടീച്ചർമാര് അവര് ക്ലാസ്സിൽ കിടന്ന് അലമ്പുണ്ടാക്കുമ്പോഴേക്കും പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകള്, അവരവരുടെ വീട്ടിലെ ജോലികൾ ചെയ്ത് വരുന്നതാണ്, അവർക്ക് മക്കളുണ്ട്. അപ്പൊ അവരുടേതായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.
പിന്നെ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ നേരത്ത് കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കൂലേ, അപ്പൊ നമ്മൾ ആ മൊബൈല് സ്നേഹത്തോടെ മാറ്റി വെച്ചിട്ട് നമ്മൾ പറയണം, നമ്മൾ ആ കഴിക്കുന്ന ഫുഡിന്റെ രുചി നമ്മൾ മനസ്സിലാക്കാൻ പറയണം. അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് അതൊന്ന് ഗസ് ചെയ്ത് പറയാനൊക്കെ പറയണം. അങ്ങനെ പിന്നെ കുട്ടികളുടെ കൂടെ മാക്സിമം സ്പെൻഡ് ചെയ്യാം. നമ്മളുടെ ജോലികളുടെ ഇടയിൽ അവരെയും കൊണ്ടുവന്ന് നമ്മുടെ കൂടെ ചേർക്കാൻ നോക്കാം. ക്വാളിറ്റി ടൈം ആയിരിക്കണം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ 5 മിനിറ്റ് ആണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിലും എങ്ങനെയായിരിക്കണം, ക്വാളിറ്റി ടൈം ആയിരിക്കണം. അത് അവരോട് കൂടെ തന്നെ ആയിരിക്കണം ആ ടൈം. അല്ലാതെ നമ്മൾ 10 മിനിറ്റ് അവരുടെ കൂടെ പോയിരുന്നത് അതിൽ 5 മിനിറ്റ് നമ്മൾ ഫോൺ നോക്കിയിരുന്നത് ഒരു ക്വാളിറ്റി ടൈം ആണോ? കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് ക്വാളിറ്റി ടൈം ആയിരിക്കണം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ നേരത്തെ ഞാൻ പറയട്ടെ, ചില കുട്ടികൾ നമ്മ അവരെ പ്രോത്സാഹിപ്പിച്ചപ്പോ ഒരു ചെറിയൊരു വർക്ക് ചെയ്താൽ അതിന് വെരി ഗുഡ് ബോയ് അങ്ങനെയൊക്കെ പറയുമ്പോ അവരെ ഒന്നും കൂടി എൻകറേജ് ആയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കത്തില്ലേ? പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചിലപ്പോ ഒരു കാര്യം അവർക്ക് ചെയ്യണം, അവനിപ്പോ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോ പിള്ളേർക്ക് ഒരു ഇൻട്രസ്റ്റ് ഒന്നും കൂടി തോന്നും ചെയ്യാൻ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഫുഡ് ഫുള്ള് കംപ്ലീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ് ബോയ് ആണെന്ന് പറഞ്ഞ ഹെൽത്തി ബോയ് ആയെന്ന് പറഞ്ഞ എന്ത് ചെയ്യാം, അവർക്കൊരു സന്തോഷമാണ് അതല്ലേ. അപ്പൊ നെക്സ്റ്റ് ടൈം ആ വേർഡ് കേൾക്കാൻ വേണ്ടി അവർ ഫുഡ് കംപ്ലീറ്റ് കഴിക്കും അല്ലേ. ഇത്തരം ചെറിയ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെന്താണ്? ഞാൻ പറയട്ടെ ഓക്കെ പറയും. മിസ് ഇപ്പൊ എന്നെ സംബന്ധിച്ചാണ് എനിക്കുള്ളൊരു കുഞ്ഞു കുട്ടിയാണ്. അപ്പൊ അവൻ ബാക്കിയുള്ള സമയത്ത് ഉറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ഫോണിൽ കളിക്കുമ്പോഴും അവൻ ഉണർന്നിരിക്കുന്ന സമയത്ത് ഞാൻ പൊതുവെ ഫോണിൽ കളിക്കാറില്ല. അവന്റെ കൂടെ ഇരുന്ന് കളിക്കലാണ് പതിവ്. ആസ് എ മദർ അവനും അതൊരു സന്തോഷമാണ്. അവനും അതുപോലെ മൊബൈൽ അഡിക്ഷൻ അതുപോലെ കാര്യങ്ങൾ ഒഴിവാക്കാനാണ് അത് സഹായിക്കുക. അവൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ഫോൺ വാങ്ങിച്ചാൽ അവൻ തന്നെ എറിയുവാണ് ഇപ്പൊ. ഓക്കെ. നമ്മളെ കണ്ടാണ് അവര് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് പറഞ്ഞത്. നമ്മൾ ദേഷ്യപ്പെട്ട തിരിച്ച് അവരെന്താ കണ്ടിരിക്കുന്നത്, കുട്ടികളോട് ദേഷ്യപ്പെടുന്ന അമ്മമാരെ കണ്ടിരിക്കുന്നത്. അപ്പൊ അവർ തിരിച്ചും അതേപോലെ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെന്താണ്? പിന്നെ ക്ലാസ്സിലൊക്കെ നോട്ട്സ് ടെസ്റ്റ് വായിക്കണം നേരത്തെ പിള്ളേർ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോ ഓട്ടോമാറ്റിക് 2 ലൈൻസ് ഒരാളോട് വായിപ്പിച്ചു നെക്സ്റ്റ് വേറൊരാളോട് വായിപ്പിക്കുമ്പോ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നു വിചാരിക്കണം. നെക്സ്റ്റ് എന്നെ വിളിക്കുമെന്നുള്ള ഒരു ടെൻഷൻ എല്ലാവരും എന്ത് ചെയ്യും, ഫോക്കസ്ഡ് ആയിട്ടിരിക്കും. ഓക്കെ, വെരി ഗുഡ്. അവർ എഴുതിക്കൊണ്ടിരിക്കണ നേരത്തായാലും ലൈൻസ് എഴുതിയത് ഇടയിൽ നമ്മൾ ബോർഡുമൊക്കെ ജസ്റ്റ് ഒരാളെ വിളിച്ച് എഴുതിക്കുകയാണെങ്കിൽ അടുത്ത് ഞാനാവും എന്നുള്ളതിൽ പേടിയെങ്കിലും പഠിക്കുമായിരിക്കും, കുറച്ചുകൂടി ഇതായിരിക്കും. പിന്നെ അതുപോലെ എഴുതി കഴിഞ്ഞ് കുറച്ചുകൂടി നല്ല മാർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ചെയ്ത് റെഡി ആണെങ്കിൽ ചെറിയൊരു വില ഗിഫ്റ്റ് വില കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പൊ ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത്, ഈ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകത എന്താണ്? മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് അവിടെ ധാരാളം ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികളെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് അതിൽ സെലക്ട് ചെയ്യാം. അതിന് ധാരാളം അപ്പാരറ്റസ് ഈ ക്ലാസ് റൂമുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് അവർക്ക് അതിൽ സെലക്ട് ചെയ്യാം. അതിൽ എത്ര ടൈം വേണമെങ്കിലും അവർക്ക് അതിൽ സ്പെൻഡ് ചെയ്യാം. ഓക്കെ. ഒരു ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കണം ടീച്ചർ. ഓക്കെ. അപ്പോ ഏതൊരു അപ്പാരറ്റസ് അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ഇത്തരം പ്രിപ്പയർഡ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ്. മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഇൻട്രസ്റ്റ് ആണ് ഒരു കാര്യം ചെയ്യാനായിട്ട്, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവർ ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്ക് എന്താണ്, അത് അവർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. അവർക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമും അവരത് റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ ആകുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടല്ലോ, കുട്ടികൾ ഇപ്പൊ ടോയ്സ്, ആൺകുട്ടികൾക്കാണെങ്കിൽ കാറ്, വണ്ടികൾ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളാണ് അല്ലെ. ഇപ്പൊ ഒരു വണ്ടികളായിട്ട് ടോയ്സ് വെച്ച് കളിക്കുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വിളിച്ച് അവർ വരാറുണ്ടോ? ചിലപ്പോൾ അവർ കേൾക്കാറ് പോലുമില്ല നമ്മൾ വിളിക്കുന്നത് അല്ലെ. അവരെന്താണ് അതിൽ ഫോക്കസ്ഡ് ആണ്, അതിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്താണ് ആ ഓരോ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവർക്ക് ഫുഡ് എക്സ്ട്രാ ഒരു എൻകറേജ് ചെയ്യാം. അല്ലാതെ ഈ ഫുഡ് ഗിഫ്റ്റ് പോലുള്ളവ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് മോണ്ടിസോറി പറയുന്നത്. മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായം അങ്ങനെയാണ്. ഓക്കെ. ക്ലിയർ ആണോ? ഓക്കെ. നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ബോറടിക്കല്. മാത്സ് ഒക്കെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എൻകറേജ് ചെയ്ത് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിക്കേണ്ടി വരുന്നത്. ഓക്കെ. പറയൂ. പിന്നെ എന്തൊക്കെയാണ്? ചില കുട്ടികളെ ഭയങ്കര അറ്റൻഷൻ സീക്കേഴ്സ് ആയിരിക്കും. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അനു.
ചില കുട്ടികളെ ഭയങ്കര അറ്റൻഷൻ സീക്കേഴ്സ് ആയിരിക്കും. അതായത് നമ്മളിപ്പോ എവിടെ പബ്ലിക് ആയിട്ട് നിൽക്കുമ്പോഴായാലും നമ്മൾ അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ ഭയങ്കര വൈൽഡ് ആയിട്ട് പെരുമാറും. അപ്പൊ നമ്മള് അത് എന്താ പറയാ, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പറഞ്ഞു മനസ്സിലാക്കല് അതിലൂടെയൊക്കെ തന്നെ മാറ്റാൻ പറ്റുള്ളൂ. അതെ. പിന്നെന്താണ്, പിന്നെന്തൊക്കെ ബിഹേവിയർ ആ കുട്ടികൾ? ഞാൻ പറയട്ടെ. പറയൂ ഷിൻഡോ. പറയൂ. കുട്ടികൾക്ക് ബാഡ് ടച്ച്, ഗുഡ് ടച്ച് അത് അറിയാത്ത കുട്ടികളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കൊച്ചു കുട്ടികള്. അത് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ അവർക്കത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഭാവിയിൽ അത് ഗുണം ചെയ്യും. പിന്നെ നമ്മള് കുടുംബമൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ പ്രയർ ചെയ്യാനായിട്ട് അവർക്ക് അതാണ് ജീവിതത്തിലെ മെയിൻ ആയിട്ട് വേണ്ടത് കൊച്ചു കുട്ടികൾക്ക്. അതെ, ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാലാണ് മുതിർന്ന ഫാമിലി ആ റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് മനസ്സിലാകുള്ളൂ അല്ലേ? അതെ അതെ. എന്താണ് പിന്നെ ഫുഡ് കൊടുക്കുമ്പോ ഇങ്ങനെ നടന്ന് ഫുഡ് കൊണ്ടു കൊടുക്കുക. ഒരു 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികൾക്കും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പാരന്റ്സ് നമ്മുടെ കൂടെ ഇരുന്ന് അതും ഫാമിലി ആയിട്ട് ഇരുന്ന് അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും നല്ലൊരു ശീലമായിട്ട് എനിക്ക് തോന്നുന്നത്. മാനേഴ്സ് ഉണ്ട്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പാലിക്കേണ്ട ചില മാനേഴ്സ് ഉണ്ട് അല്ലേ? അതൊക്കെ കുട്ടികൾ ആ ടൈം തന്നെ ആ പ്രായത്തിൽ തന്നെ നേടിയെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ മുതിർന്നു കഴിയുമ്പോഴും എങ്ങനെയാണ്, അവരൊരു പബ്ലിക്കിൽ ചെന്ന് കഴിയുമ്പോഴും ഇതേപോലെ തന്നെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളിൽ ചെറിയ കാലത്ത് പ്രായത്തിൽ വളർത്തിയെടുക്കുന്ന ഓരോ ശീലങ്ങളും എങ്ങനെയാണ് അവർ മുതിർന്നു കഴിയുമ്പോഴും അത് അവർ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസിലേക്ക്, മോശം സിറ്റുവേഷൻസിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചെറുപ്പത്തിലെ നല്ല ശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം. ഓക്കെ, ഇത്തരം നഖം കടിക്കുക, അല്ലെങ്കിൽ എന്താണ് തമ്പ് സക്ക് ചെയ്യുക, ഓക്കെ, ഇത്തരം ശീലങ്ങൾ ചെറുപ്പത്തിലെ മാറ്റിയെടുക്കണം എന്ന് പറയാൻ കാരണവും ഇതുകൊണ്ട് തന്നെയാണ്. മുതിർന്നു കഴിയുമ്പോൾ ഒരു സൊസൈറ്റിയിൽ ഒരു സോഷ്യലായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സിലോട്ടായിരിക്കും അവരെ നയിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ. ഓക്കെ, ചെറുപ്പത്തിലുള്ള ശീലങ്ങളാണെങ്കിലും അത് മുതിർന്നു കഴിയുമ്പോഴും അവരിൽ നിലനിൽക്കും. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ചില കുട്ടികൾ മുടി കടിക്കുന്ന കാണാറുണ്ട്. മുടി കടിക്കുന്നതോ? ചില കുട്ടികൾ മുടി വായിലിടുന്ന കാണാറുണ്ട്. ഉണ്ട്, അങ്ങനത്തെ കുട്ടികൾ. അതൊരു ബാഡ് ഹാബിറ്റ് അല്ലേ? ബാഡ് ഹാബിറ്റ്സ് ആണ്. ഓക്കെ, ചില കുട്ടികൾ നൈറ്റ് ബെഡിലൊക്കെ മുള്ളുന്ന ശീലം നമുക്ക് അത് ഡെയിലി പ്രാക്ടീസിലൂടെ മാറ്റിയെടുക്കാം. അതെ. നൈറ്റ് കിടക്കണ നേരത്ത് തലോണ കെട്ടിപ്പിടിച്ച് കിടക്കണ പരിപാടി, അല്ലെങ്കിൽ ബൊമ്മ കെട്ടിപ്പിടിച്ച് കിടക്കണ, അതൊക്കെ ഒരു ബാഡ് ഹാബിറ്റ്. അതെ. അത് മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാം. ഓക്കെ. ചെറിയ പ്രായത്തിലെ മുതിർന്നവരോട് എങ്ങനെയാണ് സ്നേഹത്തോടെ പെരുമാറാനായിട്ട്, അവരെ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാലും മുതിർന്നു കഴിയുമ്പോഴും അവരെ ആ എൽഡേഴ്സിന്റെ വാല്യൂ അവർക്ക് മനസ്സിലാകുകയുള്ളൂ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ദെൻ കുട്ടികൾ ഷെയർ ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? എന്തോ ഷെയർ ചെയ്യാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നല്ലൊരു കാര്യല്ലേ? അതെ, ഷെയർ ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. പിന്നെന്താണ്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ ഉടലെടുക്കുന്ന ഓരോ ബാഡ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ ഓരോ ശീലങ്ങൾ, അവരുടെ ബിഹേവിയർ ആയിക്കോട്ടെ, അവരുടെ സ്വഭാവം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ ഹാബിറ്റ്സ് ആയിക്കോട്ടെ, അത് മുതിർന്നു കഴിഞ്ഞാലും എന്താണ് അവരിൽ നിലനിൽക്കുമെന്നാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. എന്തോ കുട്ടികളെ പ്രാർത്ഥിക്കാനും പഠിപ്പിക്കണ്ടേ? വേണം. പിന്നെ കുറെ ഒരു നല്ല കുട്ടിയായിട്ട്, ഒരു നല്ല അഡൽട്ട്ഹുഡ് ആയിട്ട് മാറാനായിട്ട് പല കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് അല്ലെ? കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലെ? ഒരു വ്യക്തി എന്താണ് അയാളുടെ ഹെൽത്ത് എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിനെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു. അതിന്റെ സ്കോപ്പ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് അല്ലെ? പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. പിന്നെന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഇമ്പോർട്ടൻസ് അല്ലെ? ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ടാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ഈ കുട്ടികളിൽ കാണുന്ന, ഈ ചെറിയ പ്രായത്തിൽ കാണുന്ന സ്വഭാവങ്ങളാണ്, ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് ആണ് മുതിർന്നു കഴിയുമ്പോഴും അവരിൽ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ചെറുപ്പത്തിലെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ സ്കൂളിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. കണ്ടായിരുന്നോ? എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻസ്. ആ ടോപ്പിക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. മാം, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പോയിന്റ്സ് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഒരു 6 പോയിന്റ്സ് അതിൽ പറയുന്നുണ്ട്. അതെല്ലാവരും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, പിന്നെ നാളെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്.
മിസ്സേ ഞാൻ 4-ാം തീയതി ആദ്യത്തെ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് അതിന്റെ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതില് പിന്നീട് ഞാൻ ചൊവ്വാഴ്ചയാണ് ബാക്കി അടുത്ത രണ്ടാമത്തെ സബ്മിറ്റ് ചെയ്തത്. അപ്പൊ അത് നോക്കിയിട്ടില്ല കേട്ടോ മിസ്സേ. ഹലോ മിസ്സേ. മിസ്സേ ഞാനില്ലേ എന്താ സ്നാക്സിന് പറയാൻ ഹെൽത്തി ഫുഡാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇന്ന് സ്നാക്സ് സബ്മിറ്റ് ചെയ്യാട്ടോ. എന്താണ് ക്ലിയർ ആയില്ല എനിക്ക്. എന്താണ് സ്നാക്സ്? സ്നാക്സിന് പകരം ഞാൻ ഹെൽത്തി ഫുഡാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞിട്ടെ. അപ്പൊ ഞാൻ ഇന്ന് സ്നാക്സ് സബ്മിറ്റ് ചെയ്തോളാം. ഓക്കെ ഓക്കെ. മാം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. ഓക്കെ കീർത്തന. മാം അത് പിന്നെ മാം ഒരു ടെസ്റ്റ് പേപ്പർ ഇട്ടായിരുന്നില്ലേ ഇതില് ക്ലാസ് റൂമില്? ഓക്കെ MCQ. ഓക്കെ ഓക്കെ. അത് ഞാൻ കേറി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാർക്കും നമ്മൾ അറ്റൻഡ് ചെയ്ത് ആൻസർ ചെയ്തപ്പോ മാർക്കും കിട്ടി. പക്ഷെ പിന്നെ നോക്കുമ്പോ അത് അവിടെ തന്നെ ഉണ്ട്. അത് കുഴപ്പമുണ്ടായിരിക്കില്ല അല്ലേ? നിങ്ങക്ക് വേണം കിട്ടുന്ന ടൈമിലേക്ക് അത് ചെയ്ത് നോക്കാം. അപ്പൊ ബൈ ഹാർട്ട് ആവും ക്വസ്റ്റ്യൻസ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളൊരു ചാപ്റ്റർ കഴിഞ്ഞപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് MCQ അയച്ചിരിക്കുന്നതാണ്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ കഴിയുന്ന കുറച്ച് MCQ അയച്ചിരിക്കുന്നത്. അപ്പൊ അതേപോലെ ഈ ചാപ്റ്റർ കഴിയുമ്പോ അയക്കുന്നതായിരിക്കും. ഓക്കെ മാം. പിന്നെ ഒന്നും കൂടി ഉണ്ട്. ഇപ്പം ഞങ്ങള് ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അസൈൻമെന്റ് ഇന്നലെ സബ്മിറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമോ? അത് ഞാൻ പറയാട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാട്ടോ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നെക്സ്റ്റ് ക്ലാസ് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ ബൈ. മിസ്സിന്റെ ക്ലാസ് എന്നൊക്കെയുള്ളതെന്ന് പറയോ? ഏതൊക്കെ ഡേയ്സിലാണെന്നുള്ളത്? എന്റെ ക്ലാസ് എന്റെ കയ്യിൽ ടൈം ടേബിൾ ഇല്ലാലോ. മൺഡേ ഉണ്ട് അല്ലെ? മൺഡേയിൽ എന്റെ ക്ലാസ് ഉണ്ട്. ടൈം ടേബിൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അത് ഞാൻ കിട്ടിയിട്ടില്ല. ഓർമ്മിപ്പിക്കാട്ടോ. പറഞ്ഞായിരുന്നു. ഓക്കെ മിസ്, താങ്ക് യു. ടീച്ചറിന്റെ ക്ലാസ് എന്തൊക്കെയാണുള്ളത്? താങ്ക് യു മാം. ഹലോ, നിങ്ങളെല്ലാരും സബ്മിറ്റ് ചെയ്തോ? ഞാൻ ഇതുവരെ സബ്മിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യണം. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നും നാളെയോ ചെയ്യുള്ളൂ. സബ്മിറ്റ് ചെയ്യുന്നതൊന്നും ആരെങ്കിലും PMൽ വിട്ടുതരും എങ്ങനെയാണ്? പക്ഷെ അതെ ക്യാമറ എടുത്തിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് രണ്ടാമത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എന്ത് ചെയ്യാ? സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് ആയി എന്നുള്ളത് മനസ്സിലാക്കി. PDF സ്കാനർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതൊന്ന് ഡൗൺലോഡ് ചെയ്യാവോ? ഫോണില് PDF സ്കാനർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഡൗൺലോഡ് ചെയ്താൽ നമുക്കത് ഒരുമിച്ച് തന്നെ